ഒരുപാട് കാലമായി ജോലിയുണ്ട്, വർക്ക് ചെയ്യുന്നു, സാലറി കിട്ടുന്നുണ്ട്. പക്ഷേ സ്വന്തം മോൻ്റെ ഒരു അഡ്മിഷൻ്റെ സമയത്തുമ്പോൾ ഫീസ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ, ഡൊണേഷൻ്റെ എമൗണ്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ പേര് നജ്മുദ്ദീനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. ഞാനിവിടെ ഖത്തറിൽ വർക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ കുട്ടികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അവരെന്നോട് എൻ്റെ പെർസെപ്ഷൻ ചോദിക്കാറുണ്ട്. എന്താണ് അഭിപ്രായം, ഇന്ന കോഴ്സ് എന്താണ് അപ്പോൾ കൃത്യമായി എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് ഒരു മെഡിക്കലിനോ ഒരു എൻജിനീയറിങ്ങിനോ പോകുമ്പോൾ പോലും അവർക്ക് കൃത്യമായിട്ട് ആ കുട്ടികളുടെ ഫീസോ ഡൊണേഷനോ കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. 20-30 വർഷമൊക്കെ ആയിട്ട് മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന പല ആളുകളുടെയും സാഹചര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ നോളജ് അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് സ്വന്തമില്ല, ഒരു സ്കില്ലില്ല എന്നുള്ളതാണ്. എല്ലാവരും എന്നെപ്പോലെയുള്ള ഞാനടക്കമുള്ള എല്ലാവരും കൃത്യമായിട്ട് നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് അതിനെ ഗ്രോ ചെയ്യാനുമുള്ള വഴികളെക്കുറിച്ച് പഠിക്കുക, അതിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് പഠിക്കുക, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. നമ്മൾ കൃത്യമായിട്ട് ഫിനാൻഷ്യലി ഓക്കെ ആണെങ്കിൽ തന്നെയാണ് നമ്മൾ ഒപ്പമുള്ളവരെ നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.